ണേ ഹാപ്പി ന്യൂ ഇയർ പറ പൊന്നോ, എൻ്റെ പൊന്നിന് ഹാപ്പി ന്യൂ ഇയർ ആണോ? ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ, ഹാപ്പി ന്യൂ ഇയർ. ഈശോയെ ഞങ്ങളെ കാക്കണേ, ലോകം മുഴുവൻ കാക്കണേ, എല്ലാ മക്കളെയും കാക്കണേ കർത്താവേ. എല്ലാവരോടും ഇന്നേ ദിവസം എല്ലാ മക്കൾക്കും ഇന്നു മുതൽ ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ കർത്താവെ. ആരെയും കൈവിടില്ലേ കർത്താവെ. അതുപോലെ ഞാൻ രാത്രിയിൽ 12 മണിയായപ്പോൾ എണീറ്റ് 11:55 എണീറ്റ് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അതിന് പകരം ഇവിടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, കൊന്തേലി കരുണക്കൊന്തേലി എല്ലാം ചെയ്ത് രാത്രി 12 മണിക്ക് എല്ലാ വർഷവും ഞാൻ അങ്ങനെ ചെയ്യും. പള്ളി പോകാൻ പറ്റാത്തപ്പം അല്ലെങ്കിൽ രാത്രി കുർബാനയ്ക്കൊക്കെ പോകുന്നു. എന്തായാലും ദൈവം സമൃദ്ധമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ കൃപ ഈ വർഷം ഒഴുകട്ടെ, കൃപയുടെ ഒഴുക്ക് നടക്കട്ടെ, കൃപ സമൃദ്ധിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ശ്രേമോളെ, ശ്രേബാ, ഹാപ്പി ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ ദേ ലൂക്കാച്ചൻ വന്ന്. ഇത് ഞങ്ങളുടെ ലൂക്കാച്ചനാട്ടോ. ലൂക്കാച്ചൻ എന്തായാലും ഹാപ്പി ന്യൂ ഇയറിന് രാത്രി മൊത്തം എണീറ്റിരിക്കുമായിരുന്നു. ഞാൻ എണീറ്റ് 12 മണിക്കൊക്കെ പ്രാർത്ഥിക്കാൻ നേരത്ത് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എണീറ്റ് ബൈബിളൊക്കെ വായിച്ചു. രാവിലെ എന്നും അത് വായിക്കും കേട്ടോ. ഇന്നും നല്ല എന്നും വായിക്കും. അരമണിക്കൂർ വായിക്കും, പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നും ചെയ്യുന്നതാണ്. അതെൻ്റെ റൊട്ടീനാണ്. പിന്നെ ബാക്കി എന്താ, എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ മാത്രമേ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. ഈ വർഷം മൊത്തം ദൈവ സമൃദ്ധിയായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു അന്തരീക്ഷം. ദേ വന്നു ഞങ്ങളുടെ കൊച്ച്, ഞങ്ങളുടെ ലൂക്കാച്ചനായത് കേട്ടോ, ഞങ്ങളുടെ കൊച്ചായത് കേട്ടോ. ലൂക്കാച്ചൻ പാവ, 1 വയസ്സാകും ഈ മാസം. ഞങ്ങളുടെ കൊച്ചിന് 1 വയസ്സാകാൻ പോവാണ്. കൊച്ച് ഭയങ്കര പാവമാണ്. അതുപോലെ ക്രിസ്മസിൻ്റെ എല്ലാം ചെറിയൊരു മൂടൽമഞ്ഞ്, ഒരു മൂടൽമഞ്ഞല്ല കോടമഞ്ഞുണ്ട് കേട്ടോ ചെറുതായിട്ട് അങ്ങനെയെല്ലാം മഞ്ഞ്. ഇനി വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും സന്തോഷം. ഒരിക്കൽ കൂടി വീണ്ടും വിഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുക. രാത്രി മുറിച്ചില്ല കേട്ടോ, രാവിലെ മുറിക്കാൻ പോകുന്നത്. അതുകൊണ്ടോ കേക്കൊക്കെ എടുത്ത് വെച്ച്. ശ്രേമോളെ വാ, കേക്ക് മുറിക്കാൻ പോവാ. വാ, നീ മുറിച്ചോ? ഞാൻ മുറിക്കുന്നില്ല, നീ മുറിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ മുറിക്കത്തില്ല, നീ മുറിച്ചോ. ഓടി വാ, വന്ന് തുറന്ന് വേഗം മുറിക്കുക. എനിക്കിതൊന്ന് വീഡിയോ എടുക്കേണ്ടതാ. ചേട്ടൻ എന്തിയേ? ഞങ്ങളുടെ കേക്ക് കേട്ടോ, കേക്ക് പിന്നെ ചായ ഒക്കെ ആട്ടി ഇരിക്കുന്നു. അതൊക്കെ ഇന്ന് ഞാനൊരിക്കലും ചായ ഒന്നും കുടിക്കുകയല്ല. ഇന്ന് കേക്ക് മുറിക്കുന്നതുകൊണ്ട് ചായ കുടിക്കാൻ പോവാം. ഞങ്ങളുടെ ലൂക്കാച്ചൻ നിൽക്കുന്നത് കണ്ടോ, ഇരിക്കുവോ അടുക്കള വന്ന്. എൻ്റെ ചേച്ചിയാണ്, അവൾ എല്ലാം എടുത്തുകൊണ്ട് വന്ന് എല്ലാം ശരിയാക്കി റെഡിയാക്കും. എന്നാണേലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഇതാ കേക്ക് മുറിക്കുന്ന തിരക്കിലാണ് ലൂക്കാച്ചൻ നോക്കിയിരിക്കുന്നു. ലൂക്കാച്ചന് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവന് ഇതൊന്നും കൊടുക്കാൻ മേല, മധുരോ എരിവോ പുളിയോ ഒന്നും കൊടുക്കാൻ മേല, ഉപ്പ് പോലും കൊടുക്കാൻ മേല. എന്നാലും ഞങ്ങൾ സഹതാപം കൊണ്ട് ഞങ്ങൾ അവന് പാവം കൊടുക്കും. നോക്കി നിൽക്കുന്നത് കണ്ടോ നോക്കി നിൽക്കുന്ന ഞങ്ങളുടെ കൊച്ച്, ഞങ്ങളുടെ കുക്കാക്കുട്ടിയാണേ ഇത്. ദൈവം എന്നാ അയ്യോ, മനുഷ്യരെക്കാളും സ്നേഹമൊന്നുമില്ലെങ്കിലും ഇവനുണ്ട് ചില സമയത്ത്. അവൻ നമുക്കൊരു എന്നാ കരയാതെ എല്ലാവരും കേൾക്കും. വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിൽക്ക്, ഇങ്ങോട്ട് വാടാ.
ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 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 ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 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 ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു, God bless you, God bless you.